ഡു ഓർ ഡൈ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ സിറോ മലബാർ സഭയിലെ, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ. ചങ്ങനാശ്ശേരിയിൽ കുഴപ്പമില്ല, തൃശ്ശൂരിൽ കുഴപ്പമില്ല, തെക്കൻ റീച്ചുകളിൽ തടസ്സങ്ങളൊന്നുമില്ല, തർക്കങ്ങളില്ല, തലശ്ശേരിയിൽ മെത്രാൻ്റെ ശല്യമേ ഇല്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഈ കുത്തിരിപ്പെന്ന ചിന്തയിലാണ് വിശ്വാസികൾ. അവരതാണ് ചോദിക്കുന്നത്. വിശ്വാസികൾക്കൊരു വിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്, ലക്ഷ്യമുണ്ട്. അന്നും ഇന്നും എന്തിനെ പോലെയാണ് ഗോലിയാത്തിനെ നേരിട്ട ദാവീദിനെ പോലെ അവർ ഏക ആരാധനയ്ക്ക് കാത്തിരിക്കുകയാണ്. സീറോ മലബാർ സഭ സിനഡ് എന്നത് കേവലം വിരലിൽ എണ്ണാവുന്നവർ ചേർന്ന് തിരക്കഥ എഴുതുന്ന ഒരു നാടകമാണ്. മെത്രാന്മാർ അതിലെ വെറും അഭിനേതാക്കൾ. ഓരോ മെത്രാനും തൻ്റെ റോൾ വളരെ തന്മയത്വത്തോടെ അഭിനയിച്ച് ഫലിപ്പിച്ച ശേഷം അവരുടെ മാളത്തിൽ ചെന്നങ്ങ് ഒളിക്കുകയാണ്, വിശ്വാസികളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ സ്വന്തം രൂപതയുടെ അതിർത്തികൾക്കുള്ളിൽ പുളകം കൊള്ളിക്കുന്ന ചില പ്രസംഗങ്ങൾ നടത്തി തിണ്ണമെടുക്കുകയാണെങ്കിൽ ഞായറാഴ്ചകളിൽ പിന്നെ മാളത്തിലേക്ക് കയറി ഒളിക്കും. എറണാകുളത്തെ വിമത പ്രശ്നം ഒരിക്കലും അവസാനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന യൂദാസുകളാണ് നവമെത്രാന്മാർ ഇവർ. സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്നും പശ്ചാത്താപ വിവശനായി പിതാവിൻ്റെ പക്കൽ മടങ്ങി വന്നപ്പോഴാണ് പിതാവ് സ്വീകരിച്ചത്. പിതാവ് പുത്രനെ തേടി പന്നിക്കുഴിയിൽ പോയില്ല. ഇവിടെ നവമെത്രാൻ സമിതിയാകട്ടെ സഭയെ ധിക്കരിക്കുന്ന വിമതരെ തേടി പന്നിക്കുഴികൾ കയറി ഇറങ്ങുകയാണ്. അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിൽ സർക്കുലറുകൾ തലങ്ങും വിലങ്ങും ഇറക്കുന്ന ഇവരിൽ എന്നേ വിശ്വാസികൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. ആത്മാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസികൾ ഇല്ലാതാകുന്നൊരവസ്ഥയാകും. അന്തിമ വിജയം എന്തായാലും സത്യത്തിൻ്റെ തന്നെയാണ്, നീതിയുടേതാണ്. നമ്മുടെ 2021 മുതൽ മാർപ്പാപ്പയുടെ സഭയുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നീതിബോധവും ആത്മാഭിമാനവുമുള്ള അൽമായ സമൂഹമാണ് ഇന്നും സത്യത്തിനും നീതിക്കും വേണ്ടി കാത്തിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികൾ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ സിനഡും നമ്മളും ഒരു വശത്ത്, വിമതർ മറുവശത്ത്. അങ്ങനെയായിരുന്നു ചിത്രം. ഇപ്പോഴിതാ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഒരു വശത്തും വിമതരും സിനഡും മറുവശത്തുമായി ഇതാ നിൽക്കുന്നു. വിമതരും സിനഡും തോളോട് ചേർന്ന് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്ത് പുതിയ അന്തർധാര നടപ്പാക്കാനുള്ള പരിപാടി എന്ന് മാത്രം ആർക്കും വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല. സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരേ ഒരു ആവശ്യം മാത്രമാണുള്ളത്. സിനഡ് പാസാക്കിയ വിശ്വാസികൾക്ക് അനുവദിച്ച സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കി തരിക എല്ലാ ഇടവകകളിലും. അതുമാത്രമാണ്. അത് എത്രയും പെട്ടെന്ന് എറണാകുളം അതിരൂപതയിൽ സമ്പൂർണ്ണമായും നടപ്പിലാക്കണം. 4 വർഷമായി വിശ്വാസികൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഇനി പൊറുക്കാനാകില്ല. ഇനി വിശ്വാസികൾ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. സിനഡ് ഇനിയും നിസ്സംഗത തുടർന്നാൽ, മെത്രാന്മാർ മാളത്തിലൊഴിച്ചാൽ ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഉത്തരവാദികൾ അല്ല എന്ന് ഒരിക്കൽ കൂടി സിനഡിലെ ബിഷപ്പുമാരെ നിങ്ങൾ അറിയിക്കണം. അടുത്ത സിനഡിന് മുമ്പ് ക്രിസ്തുവിൻ്റെ ബസിലിക്കയിൽ ഏകീകൃത കുർബാന ആർച്ച് ബിഷപ്പ് ചൊല്ലി പിറ്റേന്ന് പട്ടവും നടത്തി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സിനഡിൽ വീണ്ടും സമയം നീട്ടി വാങ്ങാനാണ് ഈ മെത്രാൻ സമിതിയുടെ ശ്രമമെന്ന് ആർച്ച് ബിഷപ്പിൻ്റെയും വികാരിമാരുടെയും ശ്രമമെങ്കിൽ അത് അനുവദിക്കാനാകില്ല എന്ന് വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകുകയാണ്. ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. അടുത്ത നടപടികൾ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻ്റ് ഭാരവാഹികൾ തീരുമാനിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. എറണാകുളത്തെ വിശ്വാസികൾ അനുസരണക്കേടിനും അനീതിക്കുമെതിരെ വിമത വൈദികരുടെ മുഖം നോക്കാതെ, ഇടവകയിലെ സ്ഥാനമാനങ്ങൾ നോക്കാതെ സത്യം, നീതി, അനുസരണം എന്നീ വ്രതങ്ങളെടുത്ത് അനേകം ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോയാണ് ഈ കാണുന്ന അവകാശങ്ങളും ഒക്കെ നേടിയെടുത്തത്. അങ്ങനെ അവർ വിശ്വാസികൾ മുന്നേറുകയാണ്. എന്നിട്ട് സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വൈദിക ലഹളയെ എതിർക്കാൻ ധൈര്യത്തോടെ, പൂർണ്ണ മനസ്സോടും ശരീരത്തോടും ആത്മാവോടും കൂടെ ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച നിസ്വാർത്ഥ ജനക്കൂട്ടമാണ് ഈ വിശ്വാസികൾ, എറണാകുളം വിശ്വാസികളെന്ന് ഓർമ്മ വേണം. ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? ആ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടെങ്കിലും മുന്നോട്ട് വയ്ക്കണമെന്നതാണ് ഈ അവസരത്തിൽ എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ എല്ലാവരോടും ബോധിപ്പിക്കാനുള്ളത്. ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത്. പ്രലോഭനങ്ങൾ, പ്രയാസങ്ങൾ, നിരാശ എല്ലാം നിങ്ങളെ ബാധിച്ചേക്കണം. തളർത്താൻ വളരെയേറെ പേരുണ്ട്. സാഹചര്യങ്ങൾ നിരവധിയാണ്, അനവധിയാണ്. പക്ഷേ തളരരുത്. ഏകീകൃത കുർബാന വഴി സഭയിൽ അനുസരണം നടപ്പാക്കുക എന്ന ആ വിശ്വാസികളുടെ നമ്മുടെ വലിയ ലക്ഷ്യത്തെ അതിനിടയിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ മാനുഷികമായ കാര്യങ്ങൾ കൊണ്ട് മറക്കരുത്.
ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥതയുടെ ഒരംശമെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്നിച്ചു നിൽക്കണം, ഗോലിയാത്തിനെ നേരിട്ട ദാവീദിനെ പോലെ. തൻ്റെ ജീവിതം മുഴുവൻ അഴിമതി കാണിച്ച പുരോഹിതവർഗത്തിൻ്റെ അഹങ്കാരത്തിനും തിന്മകൾക്കുമെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മളെന്ന് ഓർമ്മ വേണം. ഇതാണ് പറയുന്നത്. ഇന്ന് എറണാകുളത്തെ വിശ്വാസികൾ ഡു ഓർ ഡൈ എന്ന അവസ്ഥയിലാണ്. ക്രിസ്തുമസിന് മുമ്പ് കാര്യങ്ങൾ ഏകീകൃത കുർബാന അടക്കം സെൻറ്റ് മേരീസ് ബസലിക്കയിലെ തിരുബലി അടക്കം വ്യക്തമായ സന്ദേശം വത്തിക്കാന് നൽകിയില്ലെങ്കിൽ സിനഡാണ് പണി വാങ്ങാൻ പോകുന്നത്. പക്ഷേ സിനഡ് നേരത്തെ പറഞ്ഞതുപോലെ മാളത്തിൽ കയറി വിളിക്കും ബിഷപ്പുമാർ അവരുടെ കർമ്മം കർത്തവ്യമൊക്കെ ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വിശ്വാസികൾ എന്നെന്നും ഇടവകകളിൽ ഉണ്ടാകും. അവരാണ് ഈ ക്രിസ്തുവിൻ്റെ സഹനത്തെ പോലെ തന്നെ ഈ ബിഷപ്പുമാരുടെ സഹനത്തെയും സഹിക്കേണ്ടത്. അതുകൊണ്ട് ബിഷപ്പുമാരുടെ അവസാനമായി പറയുകയാണ്, ക്രിസ്തുമസിന് മുമ്പെങ്കിലും നിങ്ങൾ വ്യക്തമായൊരു ചട്ടക്കൂടും പൂർണ്ണമായും ഏകീകൃത കുർബാന എല്ലാ ഇടവകകളിലും അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഏകീകൃത കുർബാന നടപ്പാക്കിയിരിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്, നിങ്ങളുടെ ചുമതല ബോധമാണെന്ന് ഓർമ്മ വേണം.